നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. പായസത്തിനും കറികൾക്കും ഒക്കെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒന്നാം പാൽ, രണ്ടാം പാൽ, മൂന്നാം പാൽ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടാണ് നമ്മൾ ചേർക്കാറുള്ളത്. ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ഒരു തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. അതിനായി മീഡിയം സൈസ് വലുപ്പമുള്ളൊരു തേങ്ങ പൊട്ടിച്ച് തിരുമിയെടുക്കാം. തേങ്ങ തിരുമിയെടുത്തിട്ടുണ്ട്. ഇതിന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ തിരുമിയെടുത്ത തേങ്ങ മെഷർമെന്റ് കപ്പിന് 2 കപ്പുണ്ട്. ഇനി ഇതിൽ അരക്കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഒന്നാം പാൽ എപ്പോഴും നല്ല കട്ടിയായിട്ടുള്ള പാലായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. ഇതിപ്പോൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങയൊക്കെയാണ് ഇതുപോലെ അരയ്ക്കുന്നതെങ്കിൽ കൈയിടാൻ പാകത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു വേണം അരച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ തെളിഞ്ഞു കിടക്കും. ഇപ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ആദ്യം ഈ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇത് ഇച്ചിരി വലിയ ഹോളുള്ള അരിപ്പയായതുകൊണ്ട് ഒന്നുകൂടെ ചെറിയ കണ്ണുള്ള അരിപ്പയും കൊണ്ട് അരിച്ചെടുക്കണം. ഒത്തിരി വിളഞ്ഞുണങ്ങിയ തേങ്ങയെക്കാട്ടിലും നല്ലത് നല്ല പച്ചത്തേങ്ങ തിരുമ്മി പാലെടുക്കുന്നതാണ്. പച്ചത്തേങ്ങയ്ക്കാണ് കൂടുതൽ പാലും നല്ല രുചിയുമുള്ളത്. ഒന്നാം പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടെ ചെറിയ കണ്ണുള്ള അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു തേങ്ങയിൽ അരക്കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തപ്പം 1 കപ്പ് ഒന്നാം പാൽ കിട്ടിയിട്ടുണ്ട്. ഒന്നാം പാൽ എപ്പോഴും കുറുകിയ പാലായിരിക്കും. ഈ കുറുകിയ പാലാണ് പായസത്തിനാണേലും കറികൾക്കാണേലും ഏറ്റവും അവസാനം ചേർക്കേണ്ടത്. ഇനി ഈ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര വെച്ച് രണ്ടാം പാൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഈ മെഷർമെന്റ് കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതും ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒന്നാം പാൽ അരിച്ചെടുത്ത പോലെ തന്നെ ആദ്യം വലിയ അരിപ്പയിൽ ഒഴിച്ച് അരിച്ചതിന് ശേഷം പിന്നെ ചെറിയ അരിപ്പയിലും കൂടെ അരിച്ചെടുക്കാം. അങ്ങനെ രണ്ടാം പാലും അരിച്ചെടുത്തു. ഇനി അടുത്തതായിട്ട് ഈ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീരയിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് മൂന്നാം പാലൂടെ പിഴിഞ്ഞെടുക്കാം. പണ്ട് മിക്സിയില്ലാതിരുന്ന കാലത്ത് തേങ്ങ തിരുമിയെടുത്തതിൽ വല്ല കഴന്ന കഷ്ണങ്ങളും ഉണ്ടെങ്കിൽ അമ്മിക്കല്ലെ വെച്ച് നന്നായിട്ട് ചതച്ച് ഈ തേങ്ങയിലോട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായി ഞെരടി പിഴിഞ്ഞൊക്കെ ആയിരുന്നു പാലെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് മാക്സിമം പാലെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പീരയുടെ ആവശ്യമില്ല, കളഞ്ഞേക്കാം. ഇനി ചെറിയ അരിപ്പയിലൂടെ മൂന്നാം പാലൂടെ അരിച്ചെടുക്കാം. പായസത്തിനും കറികൾക്കും ഒക്കെ ആദ്യം രണ്ടാം പാലും മൂന്നാം പാലുമാണ് ചേർക്കുന്നത്. വാങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഒന്നാം പാലൂടെ ചേർത്ത് വാങ്ങും. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്